Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Mr. Brito deposit a certain sum of money each month in a recurring deposit account of a bank. If the rate of interest is of 8% per annum and Mr. Brito gets rupees 8,088 from the bank after 3 years, then find the value of his monthly installment. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ബ്രിട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 6 എന്ന് പറയുന്നത് 8% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ തന്നിട്ടുള്ളത്? മിസ്റ്റർ ബ്രിട്ടോ ഗെറ്റ്സ് rupees 8,088 3 ഇയർ കഴിഞ്ഞപ്പോൾ കിട്ടി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? നമ്മുടെ മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി n 3 ഇയേഴ്സ് ആണ്. അപ്പോൾ 3 ഇയേഴ്സ് ആകുമ്പോൾ എത്ര മന്ത് ആവും? ആലോചിച്ച് നോക്കിക്കേ. 3 × 1 ഇയർ എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ 3 × 12 36 മന്ത് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? 36 മന്ത് എന്ന് കിട്ടും. ഇനി കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹിസ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ 6 MVN നമുക്ക് തന്നിട്ടുണ്ട്. പി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫോർമുല ഏതാണ്? മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു P × N പ്ലസ് P × N ഇൻറ്റു 1 പ്ലസ് R × N + 1/2 × 12 × 100. അപ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് പി കാണാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഫോർമുല ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എം ബി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 8,088 ഈക്വൽ ടു പി എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. എൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 36 ആണ്. അപ്പോൾ P × 36 എന്ന് എഴുതി. ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 പ്ലസ് R എത്രയാണ്? 8 എന്ന് തന്നിട്ടുണ്ട്. ദെൻ N + 1 എന്ന് പറയുമ്പോൾ 36 + 1 37 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 × 12 × 100. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ICSE 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നന്നായിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇനി എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. 8ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. 4 ടൈംസ് എന്ന് കിട്ടും. ഇനി 4നെയും 12നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 ടൈംസ് എന്ന് കിട്ടും. ഇനി ക്യാൻസലേഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 8,088 നോക്കിക്കേ. ഇവിടെ Pയുടെ കൂടെ ഒരു 36 കിടപ്പുണ്ട് അല്ലെ. P × 36 ഇൻറ്റു ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള. അപ്പോൾ ഇൻറ്റു ഫോമിലായതുകൊണ്ട് ഈ 36നെ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഡിവിഷൻ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? 8,088 ഡിവൈഡഡ് ബൈ 36 ഈക്വൽ ടു P ഉണ്ട്, അത് അതുപോലെ തന്നെ കൊടുത്തു. ദെൻ ഇവിടെ 1 പ്ലസ് ഇവിടെ എന്താ വരിക? ഇവിടെ ന്യൂമറേറ്ററിൽ 37ഉം ഡിനോമിനേറ്ററിൽ ഒരു 3ഉം 100ഉം ഉണ്ട്. അപ്പോൾ 300 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ക്യാൻസലേഷൻ ചെയ്യാം. 8,088ഉം 36 ആയതുകൊണ്ട് ഒന്നിൽ 9ൽ പോകുമെന്ന് നോക്കുക, അല്ലെങ്കിൽ 4ൽ പോകുമെന്ന് നോക്കുക. അപ്പം 9ൽ ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടിനെയും 4ൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ രണ്ടിനെയും 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 36 എന്നുള്ളത് 9 ആവും. 8,088 എന്നുള്ളത് 2,022 എന്ന് കിട്ടും. ഇനി ക്യാൻസലേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ വീണ്ടും എന്ത് ചെയ്യാം? എടുത്തെഴുതാം. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 2,022 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു ഒരു P ഉണ്ടായിരുന്നു അല്ലേ, ഇൻറ്റു പിന്നെന്താ വന്നേ? 1 + 37/300 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? LCM എടുക്കണം. അപ്പോൾ 300 നേരെ 1ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 300 × 1 300 + 37 ആയിരിക്കും ന്യൂമറേറ്റർ ആയിട്ട് വരിക. അപ്പോൾ 300 + 37 ഡിവൈഡഡ് ബൈ എന്ത് തന്നെയാണ്? ഡിനോമിനേറ്റർ 300 തന്നെയാണ്. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്നത് 2,022 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു P ഇൻറ്റു ഇവിടെ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 337/300 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ആണ്. P × a ഫ്രാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഫ്രാക്ഷനിൽ ഇരിക്കുന്ന ആള് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? റെസിപ്രോക്കൽ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ 2022/9 ഇൻറ്റു എന്താണ്?
ഇതിൻ്റെ റെസിപ്രോക്കൽ 337/300 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 300 മുകളിലും വരും 337 താഴെയും വരും ഈക്വൽ ടു പി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പി കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്കിവിടെ 9നെയും 300നെയും 3ൻ്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 വരും. ഇവിടെ എന്താ 100 വരും അല്ലേ? ഇനി നമുക്ക് 337ഉം 2022നെയും എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 ടൈംസ് ആണ് നമുക്ക് കിട്ടുക. ഇനി 3യും 6ഉം കൂടെ കട്ട് ചെയ്ത് കളയാം. 3യും 6ഉം കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ ഇവിടെ ബാക്കി എന്തൊക്കെയുണ്ട്? ഒരു 2 ഉണ്ട്, ഒരു 100 ഉണ്ട്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് കിട്ടി. എത്രയാണ്? 200 rupees. ക്ലിയർ അല്ലേ? സ്റ്റെപ്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.